Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിലമ്പൂർ നഗരസഭയിൽ പ്രത്യേക യോഗം ചേർന്നു. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി ചേർന്ന യോഗത്തിൽ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. നഗരസഭാ പരിധിയിലെ ഓവുചാലുകളിലെ ചെളികളും മറ്റും നേരത്തെ തന്നെ നീക്കം ചെയ്യുകയും തോടുകളിലെ വെള്ളം ഒഴുകിപ്പോകുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തതിനാൽ നിലമ്പൂർ ടൌൺ ഭാഗത്ത് KNG റോഡിൽ വെള്ളം കയറില്ല. കഴിഞ്ഞ 3 വർഷമായി മഴക്കാലത്ത് റോഡിൽ വെള്ളം കയറുന്ന അവസ്ഥയില്ലെന്നും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ പറഞ്ഞു. വെളിയംതോട് ഭാഗത്തും കനോലി പ്ലോട്ട് ഭാഗത്തുമാണ് റോഡിലേക്ക് വെള്ളം കയറാൻ സാധ്യതയുള്ളത്. ഈ ഭാഗം വനഭൂമിയോട് ചേർന്ന് കിടക്കുന്നതിനാൽ വെള്ളം ഒഴുക്കിവിടാൻ വനംവകുപ്പ് വേണം സൌകര്യമൊരുക്കാൻ. അതിനാൽ തന്നെ നോർത്ത് DFOയെ നേരിൽ കണ്ട് നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കനോലി ഭാഗത്തെ റോഡ് സന്ദർശിച്ചിട്ടുണ്ട്. നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. മഴയുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അപ്പോൾ തന്നെ പരിഹരിക്കാൻ നടപടിയുണ്ടാകും. എല്ലാ വകുപ്പുകളും ഇക്കാര്യത്തിൽ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ചാലിയാറിൽ ഈ സമയത്ത് ഈ വെള്ളം ആകുമ്പോൾ തന്നെ നിലമ്പൂര് ജനതപ്പടിക്കലും ജ്യോതിപ്പടിക്കലും വെള്ളം കയറേണ്ട ഒരവസ്ഥയാണ് ഉണ്ടാവാറ്. പക്ഷേ ഇപ്രാവശ്യം കഴിഞ്ഞ 3 വർഷമായിട്ട് അത്തരം ഒരു വെള്ളക്കയറ്റം നമ്മളെ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ പല സ്ഥലത്തു കൂടി പോകുമ്പോൾ വെള്ളം കയറുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഈ വർഷവും എല്ലാ ഓടകളും ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ ഹെൽത്ത് വിഭാഗം അതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. PWDയും അതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വെള്ളക്കെട്ട് ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പം നിലവിൽ കാണുന്ന കനോലി പ്ലോട്ടിൻ്റെ അവിടെ ചെറിയൊരു വെള്ളക്കെട്ടുണ്ട്. അതുപോലെ തന്നെ വെളിയന്തോട് ഫോറസ്റ്റ് ഏരിയയുടെ ഭാഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്ഥലമുണ്ട്, ഫോറസ്റ്റിൻ്റെ സ്ഥലം. അപ്പോൾ ആ 2 സ്ഥലവും നമുക്ക് അടിയന്തരമായിട്ട് ക്ലീൻ ചെയ്യാനുള്ള കാര്യം ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് വേണം എന്നുള്ള കാര്യം ഇന്ന് ഇവിടെ ആവശ്യപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഫോറസ്റ്റ് DFOനെ കാണാൻ പോവുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ആ വെള്ളക്കെട്ടുള്ള സ്ഥലം ഇന്ന് പോയി കണ്ട് PWD AE അടക്കം അവിടെ വന്ന് കണ്ട് എന്താണ് അതിന് പരിഹാരം എന്നുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പോവുകയാണ്. എന്തായാലും നമ്മളൊരു നല്ല സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാ കാര്യത്തിലും. ഒരു മഴ കെടുതി ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മളെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് നിലമ്പൂർ നഗരസഭ. മഴക്കാല രോഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജാഗ്രതയോടെ ആരോഗ്യവകുപ്പ് നിർവഹിക്കും. നഗരസഭയിൽ ഒരു മന്ദരോഗം റിപ്പോർട്ട് ചെയ്ത വിവരം ആരോഗ്യവകുപ്പ് യോഗത്തിൽ അറിയിച്ചു. യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM ബഷീർ, സെക്രട്ടറി ബിനുജി, വനം, പോലീസ്, ആരോഗ്യ, KSCB വകുപ്പുകളിലെ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ, ERF അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. 1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി.